അഖിലേന്ത്യാ തലത്തിൽ വിദ്യാഭാരതിയും അതിന്റെ കേരള ഘടകമായ വിദ്യാനികേതന്റെയും കാഴ്ചപ്പാടിനൊപ്പം ഭാരതീയമായ വിദ്യാഭ്യാസ ചിന്താ പദ്ധതി അനുസരിച്ച് പാഠ്യപദ്ധതികളാണ് വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂൾ പിന്തുടരുന്നത്. പാഠപുസ്തകങ്ങൾക്കുമപ്പുറം ഒരു വിദ്യാർത്ഥിയെ ഒരു നല്ല മനുഷ്യനായി രൂപപ്പെടുത്തുവാൻ ഉതകുന്ന അധ്യാപന രീതിയാണ് സ്കൂളിൽ നടപ്പിലാക്കുന്നത്. വിദ്യാധിരാജ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സ്കൂളിന്റെ പ്രവർത്തനം. എം.എൻ. ശശിധരൻ മാനേജിംഗ് ട്രസ്റ്റിയായും വി. അനിൽകുമാർ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. ഇതുവരെ കൂടാതെ 7 ട്രസ്റ്റ് അംഗങ്ങൾ കൂടി ചേരുന്നതാണ് മാനേജിംഗ് കമ്മിറ്റി. മാവേലിക്കരയിൽ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് നാളെ ഇവിടെ നടക്കുന്നത്. നമുക്ക് നാടിന് ആലപ്പുഴ ജില്ലയ്ക്ക് അഭിമാനമായിട്ട്, മാവേലിക്കര താലൂക്കിന് അഭിമാനമായിട്ട് വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന് അനുമതി കഴിഞ്ഞ വർഷം ലഭിച്ചു. ആദ്യ ബാച്ച് ആരംഭിച്ചു ക്ലാസ്സുകൾ. ഏതാണ്ട് 80 കുട്ടികളോട് കൂടിയ ഒരു ബാച്ചാണ്, 2 ബാച്ചായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആണ് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി നാളെ ഈ കോമ്പൗണ്ടിൽ വെച്ച് നിർവഹിക്കുന്നത്. എന്തുകൊണ്ടും വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം സൈനിക സ്കൂൾ ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. ഡിഫൻസ് മിനിസ്റ്ററിനെ തന്നെ നമ്മളുടെ ഉദ്ഘാടന കർമ്മത്തിന് കിട്ടി എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് അഭിമാനമുണ്ട്, നാടിന് അഭിമാനമുണ്ട്. ഇതിൻ്റെ ക്രമീകരണങ്ങൾ നാളെ 3 മണിക്ക് തുടങ്ങത്തക്ക രീതിയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം പൂർത്തിയാകുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ വിദ്യാഭാരതിയും അതിൻ്റെ കേരള ഘടകമായ വിദ്യാനികേതന്റെയും കാഴ്ചപ്പാടിനൊപ്പം തികച്ചും ഭാരതീയമായ വിദ്യാഭ്യാസ ചിന്താ പദ്ധതി അനുസരിച്ച് പാഠ്യപദ്ധതികളാണ് സ്കൂൾ പിന്തുടരുന്നത്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം ഒരു വിദ്യാർത്ഥിയെ ഒരു നല്ല മനുഷ്യനായി രൂപപ്പെടുത്തുവാൻ ഉതകുന്ന അധ്യാപന രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പഠനത്തോടൊപ്പം ആധ്യാത്മികമായ അറിവ് കുട്ടികളിൽ വളർത്തുന്നതിനായി വിവിധ ഇനം പദ്ധതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കലാകായിക മത്സരങ്ങളിൽ വിദ്യാനികേതൻ, സഹോദയ, CBSE തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലും ഉന്നതമായ വിജയം കൈവരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ കലകൾ പഠിക്കുവാനും ഇവിടെ അവസരമൊരുക്കിയിട്ടുണ്ട്. കുട്ടികളിൽ അന്തർലീനമായ കലാവാസനകളെ കണ്ടെത്തി പരിശീലനവും നൽകി വരുന്നു. സംഗീതം, നൃത്തം, വയലിൻ, ഗിത്താർ, ചെണ്ട, അഭിനയം തുടങ്ങിയ കലകളും കൂടാതെ ചെസ്സ്, റോളർ സ്കേറ്റിംഗ്, നീന്തൽ, കളരി, കരാട്ടെ തുടങ്ങിയ ക്ലാസുകളിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. യോഗ നിത്യവും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിദ്യാലയം സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യോഗ മത്സരങ്ങളിലും ചാമ്പ്യന്മാരാണ്. കുട്ടികളിൽ വായനാശീലം ചെറുപ്രായം മുതൽ വർദ്ധിപ്പിക്കുന്നതിനായി ഓരോ ക്ലാസ്സിലും ഓരോ ലൈബ്രറിയും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ ജന്മദിനങ്ങളിൽ നൽകുന്ന പുസ്തകങ്ങളും ലൈബ്രറിയിലൂടെ കുട്ടികൾക്ക് വായിക്കാൻ ലഭ്യമാണ്. പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം എന്നതിലുപരി സീറോ ഫുഡ് വേസ്റ്റ് പദ്ധതിയും ഇവിടെ നടപ്പിലാക്കി വരുന്നു. 2500-ൽ പരം കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഭക്ഷണമാലിന്യം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ് സീറോ ഫുഡ് വേസ്റ്റ് എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. സ്കൂളിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്നപൂർണ പദ്ധതി, വിദ്യാനിധി, സാന്ത്വനം, ആംബുലൻസ് സേവനം എന്നിവയും നടത്തിവരുന്നു. രാജ്യത്ത് 100 സൈനിക സ്കൂൾ ആരംഭിക്കുക എന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 വിദ്യാലയങ്ങളിൽ ഒന്ന് വിദ്യാധിരാജ വിദ്യാപീഠമാണ് എന്നത് അഭിമാനകരമായ നേട്ടത്തെ കൂടിയാണ് കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.